ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരും. വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി ഓൺലൈനായിട്ടാണ് കൂടിക്കാഴ്ച. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്നാണ്. കമ്മീഷൻ എന്തായാലും ഈ ശുപാർശകളിലെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തേക്ക് ഞാൻ പറയേണ്ടതില്ല എന്നുള്ള നിലപാടെടുക്കുകയാണ്. റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വന്നു ചേരുന്നത്? എന്തൊക്കെ തരം ആശങ്കകളാണ് ഉയർന്നിരിക്കുന്നത്? സ്മൃതി, ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യമാണ് പല ഘട്ടങ്ങളിലായി സഭാ നേതൃത്വങ്ങൾ മുന്നോട്ട് വെച്ചത്. LDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മും സമാന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകുന്നേയുള്ളൂ. ഇന്ന് യോഗം ചേരുമ്പോൾ വൈകിട്ടാണ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഇതിലെ നിർദ്ദേശങ്ങൾ ഇതുവരെ പരിഗണിച്ച സർക്കാർ അംഗീകരിച്ച ശുപാർശകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിനൊപ്പം തന്നെ മറ്റ് തടസ്സങ്ങളുള്ള ചില നിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. പല വകുപ്പുകളിലായിട്ടാണ് ശുപാർശകൾ അത് അംഗീകരിക്കപ്പെടേണ്ടത്. അത് വകുപ്പുകളുമായി ആശയവിനിമയം നടത്തുന്നു എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ 32 ശുപാർശകളാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. അതിനൊപ്പം തന്നെ മറ്റ് ശുപാർശകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തുന്നു. അതിനു മുമ്പ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇങ്ങനെ ചർച്ചകൾ സജീവമാക്കുന്നത്. കാരണം സഭാ നേതൃത്വങ്ങളിൽ ഈ കാര്യത്തിൽ അസംതൃപ്തി സർക്കാരിനെ അറിയിച്ചൊരു പശ്ചാത്തലം കൂടി. നേരത്തെ യോഗം വിളിച്ചപ്പോൾ യോഗം മാറ്റിവെക്കുകയായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ യോഗം ചേർന്ന് ഈ സഭകളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ആരാഞ്ഞതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്മൃതി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.